നമസ്കാരം. രാജ്യമം ബ്ലോഗ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുമ്പിളപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുമ്പിളപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ ഒരു ചക്ക, അതായത് എനിക്കിന്ന് കൂഴപ്പഴമാണ് കിട്ടിയിരിക്കുന്നത്, കൂഴച്ചക്കയുടെ പഴമാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ കൂഴച്ചക്കയുടെ പഴം അതിൽ നിന്ന് നല്ല ഭാഗങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഞാനത് പഴച്ചാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു 1/2 കിലോ തൂക്കം വരും ഇത്. പിന്നെ വേണ്ടത് ഞാനിവിടെ 1 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, നല്ല ആട്ടപ്പൊടി, 1 കിലോ ആട്ടപ്പൊടി. പിന്നെ ശർക്കര പാനിയാക്കിയത് ഒരു 1.5 ഉണ്ട ശർക്കര, ശർക്കരയാണ്, 1.5 ഉണ്ട ശർക്കര പാനിയാക്കി അത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് തേങ്ങ കഷ്ണങ്ങളാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ഒരു ചെറിയ കപ്പ്, ചെറിയ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയ കപ്പ്, അല്ലെങ്കിൽ വലിയ ടീസ്പൂണിന് ഒരു 1.5 ടീസ്പൂൺ. പിന്നെ പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട്. പിന്നെ ചുക്ക് പൊടിച്ചത് എടുത്തിട്ടുണ്ട്, അത് ഒരു 1/2 സ്പൂണാണ്. പിന്നെ ജീരകം പൊടിച്ചത്, അത് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സ്പൂണിന് 1/2 സ്പൂണാണ്. പിന്നെ ഏലക്ക, അതാണ് വളരെ പ്രധാനമായിട്ട് നല്ല മണവും രുചിയും കിട്ടാനായിട്ട് ഏലക്ക പൊടിച്ചതാണിത്. ഏലക്ക പൊടിച്ചത് ഞാൻ 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നല്ല കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല വഴനയില, നമ്മൾ അത്യാവശ്യം ഇച്ചിരി വലിപ്പവും അതുപോലെ നല്ല കിളുന്നിലയല്ലാതെ മൂത്ത ഇല അതെടുക്കണം. അത് കഴുകി വെച്ചിരിക്കുന്നതാണ്. നമുക്ക് എത്ര എണ്ണം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഞാനിത് നമ്മുടെ ചക്കപ്പഴം ചാറാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് കശുവണ്ടി, അതുപോലെ കറുത്ത മുന്തിരി, അതുപോലെ തേങ്ങാക്കൊത്ത്, അതുപോലെ ഏലക്കായ പൊടിച്ചത്, ജീരകം പൊടിച്ചത്, ചുക്ക് പൊടിച്ചത്. അപ്പം ഏലക്ക, ജീരകം, ചുക്കുപൊടി, ഇതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ ഉള്ളത് ശർക്കരപ്പാനിയാണ്. കുമ്പിളപ്പത്തിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്, മാവൊക്കെ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കുമ്പിളല എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് മാവ് എടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഇത് കുമ്പിളെടുക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് മാവ് ഫില്ല് ചെയ്യണം. നമ്മൾ ഒത്തിരി കട്ടിയായിട്ട് മാവ് കുഴയ്ക്കരുത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി കട്ടിയായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ, പ്രായമുള്ളവർക്കൊക്കെയാണ്, പ്രത്യേകിച്ച് പിള്ളേർക്കും ഒക്കെ കഴിക്കാൻ പാടാണ്. വളരെ നല്ല ഒരു പലഹാരമാണിത്. ഇത് നമുക്ക് എല്ലാവർക്കും പ്രായഭേദമന്യേ കഴിക്കാവുന്നതാണ്. സാധാരണ എല്ലാവരും ഈർക്കിൽ കുത്തും ഇവിടെ. ഇത് ഞാനങ്ങനെ ചെയ്യില്ല. ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് ഒടിച്ചിട്ട് ഇതിങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുമ്പിളപ്പം ഫസ്റ്റ് വൺ നമ്മൾ ഫില്ല് ചെയ്തു. ഇതിനി നമ്മൾ ഇഡലി പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് തട്ടും വെച്ച് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ റെഡി, ഇതിലേക്ക് ഫില്ല് ചെയ്തു. അപ്പം നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാം നമ്മൾ വഴനയിലേക്കകത്ത് മാവ് ഫില്ല് ചെയ്തു, എല്ലാം നമ്മൾ പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഡലിക്കുട്ടകം നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഇത് വേവിക്കണം. അത്യാവശ്യം നല്ല തീ കൊടുത്ത് തന്നെ വേവിക്കണം. ഞാൻ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് വേകട്ടെ. കുമ്പിൾ ആയോ എന്ന് നമുക്ക് നോക്കാം. നമ്മളത് വേകാൻ വെച്ചിരുന്നു. നല്ല
പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പാകത്തിന് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല മണമാണ്. ആ കുമ്പിളലയുടെ നല്ലൊരു മണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വളരെ വേഗത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പലഹാരമാണ്. നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈവനിങ് നമുക്ക് കോഫിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ താങ്ക് യു.